ഇന്ന് ആഗോള വൈദിക ദിനം. ശാസ്ത്രമേഖലയുടെ വളർച്ചയ്ക്ക് കനപ്പെട്ട സംഭാവനകൾ നൽകി കടന്നുപോയ ഏതാനും പുരോഹിതരെയും സന്യസ്തരെയും പരിചയപ്പെടുത്തുകയാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായത്തിൽ. കത്തോലിക്ക സഭയുടെ സയന്റിഫിക് ടെമ്പർ അന്വേഷിക്കുന്നവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫാദർ ഗ്രിഗർ മെന്റൽ ആധുനിക ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായി ലോകം അംഗീകരിച്ചിരിക്കുന്നത് ഫാദർ ഗ്രിഗർ മെന്റൽ എന്ന കത്തോലിക്ക പുരോഹിതനെയാണ്. അദ്ദേഹത്തിന്റെ പേരിനെ ആശ്രയിച്ച് രൂപീകരിക്കപ്പെട്ട മെന്റലിയ നിയമങ്ങളുടെ സ്വതന്ത്രമായ രണ്ടാം കണ്ടെത്തലാണ് ആധുനിക ജനിതക ശാസ്ത്രത്തിന് അടിത്തറ പാകിയത്. ഫാദർ ജോർജ് ലി മാട്ര പ്രപഞ്ച ഉൽപ്പത്തിയുടെ കാരണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ബിഗ് ബാങ് തിയറി ആദ്യമായി അവതരിപ്പിച്ചത് ജോർജ് ലി മാട്ര എന്ന കത്തോലിക്ക വൈദികനാണ്. 3 തവണ അദ്ദേഹത്തിന്റെ പേര് നോബൽ സമ്മാനത്തിന് നിർദ്ദേശിക്കപ്പെട്ടു. ഫാദർ ഫ്രാൻസിസ്കോ മരിയ ഗ്രിമാൾഡി ഫിസിക്സിലെ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസം ആദ്യമായി അവതരിപ്പിച്ചത് ഫ്രാൻസിസ്കോ മരിയ ഗ്രിമാൾഡി എന്ന ഇറ്റാലിയൻ ഈശോസഭ വൈദികനാണ്. പോപ്പ് സിൽവസ്റ്റർ രണ്ടാമൻ ആദ്യമായി മെക്കാനിക്കൽ ക്ലോക്ക് കണ്ടുപിടിച്ചത് ഒരു മാർപ്പാപ്പയാണ്. പോപ്പ് സിൽവസ്റ്റർ രണ്ടാമൻ. സിസ്റ്റർ മേരി കെന്നത്ത് അമേരിക്കയിൽ ആദ്യമായി കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത് സിസ്റ്റർ മേരി കെന്നത്ത് എന്ന കന്യാസ്ത്രീയാണ്. അമേരിക്കയിൽ കമ്പ്യൂട്ടർ പഠന മേഖലയിൽ പുതിയ വാതായനങ്ങൾ തുറക്കുവാൻ ഈ കന്യാസ്ത്രീയുടെ ഇടപെടലുകൾ കാരണമായി. ബിഷപ്പ് നിക്കോളാസ് സ്റ്റെനോ ആധുനിക ഭൗമിക ശാസ്ത്രത്തിന്റെയും ഭൂഗർഭ ശാസ്ത്രത്തിന്റെയും പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ബിഷപ്പ് നിക്കോളാസ് സ്റ്റെനോ എന്ന കത്തോലിക്ക മെത്രാനാണ്. കൂടാതെ മനുഷ്യ ശരീരത്തിലെ സ്റ്റെൻസ് ഗ്ലാൻഡ്, സ്റ്റെൻസ് വെയിൻ, സ്റ്റെൻസ് ഡക്ട് എന്നിവ നിക്കോളാസ് സ്റ്റെനോ എന്ന മെത്രാന്റെ പേരിൽ അറിയപ്പെടുന്നവയാണ്. ഫാദർ ജോസഫ് മുർഗാസ് വയർലെസ് ശബ്ദ സന്ദേശങ്ങൾ കൈമാറുന്ന സാങ്കേതിക വിദ്യയുടെ ആവിർഭാവത്തിന് കനപ്പെട്ട സംഭാവനകൾ നൽകിയവരിൽ ഏറ്റവും പ്രമുഖൻ ഫാദർ ജോസഫ് മുർഗാസ് എന്ന കത്തോലിക്ക പുരോഹിതനാണ്. ഫാദർ ഫ്രാൻസിസ്കോ ലാന ദെ ടെർസി ആധുനിക വ്യോമയാന ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ഫ്രാൻസിസ്കോ ലാന ദെ ടെർസി എന്ന ഇറ്റാലിയൻ ഈശോസഭ വൈദികനാണ്. ഫാദർ നിക്കോളാസ് കാളാൻ ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കുവാനുള്ള ഗാൽവനൈസേഷൻ എന്ന സാങ്കേതിക വിദ്യ ആദ്യമായി അവതരിപ്പിച്ചത് നിക്കോളാസ് കാളാൻ എന്ന നെതർലൻഡ് കത്തോലിക്ക പുരോഹിതനാണ്. ഇൻഡക്ഷൻ കോയിലിന്റെ ഉപജ്ഞാതാവും അദ്ദേഹം തന്നെ. ഫാദർ അത്തനേഷ്യസ് പിച്ചർ മൈക്രോസ്കോപ്പ് എന്ന ഉപകരണം ആദ്യമായി ഉപയോഗിച്ചതും പകർച്ചവ്യാധികൾ തടയാനായി ഐസൊലേഷൻ, ക്വാറന്റൈൻ തുടങ്ങിയ മുൻകരുതലുകൾ ആദ്യമായി അവതരിപ്പിച്ചതും അത്തനേഷ്യസ് പിച്ചർ എന്നു പേരായ ജർമ്മൻ ഈശോസഭ വൈദികനാണ്. ഫാദർ ജൂലിയസ് ആർദർ ഇന്ന് വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന സിന്തറ്റിക് റബ്ബർ കണ്ടുപിടിച്ചത് ഹോളി ക്രോസ് സഭാംഗമായ ഫാദർ ജൂലിയസ് ആർദർ എന്ന ഇറ്റാലിയൻ കത്തോലിക്ക പുരോഹിതനാണ്. സിസ്റ്റർ മിറിയം സ്റ്റിംസൺ DNA കുറിച്ചുള്ള ആധികാരിക പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചതും DNA ഡബിൾസ് മോഡൽ അവതരിപ്പിച്ചതും സിസ്റ്റർ മിറിയം സിംസ്റ്റൺ എന്ന കന്യാസ്ത്രീയാണ്. DNA കുറിച്ചുള്ള പഠനത്തിന് സിസ്റ്റർ മിറിയം സ്റ്റിംസൺ നോബൽ സമ്മാനത്തിന് അർഹയായി. ഫാദർ ഗബ്രിയൽ ഫാളോപ്പിയോ മനുഷ്യ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെക്കുറിച്ച് ഗഹനമായ പഠനം നടത്തിയ ഫാദർ ഗബ്രിയൽ ഫാളോപ്പിയോ എന്ന ഇറ്റാലിയൻ കത്തോലിക്ക പുരോഹിതന്റെ പേരിലാണ് മനുഷ്യ ശരീരത്തിലെ ഫാളോപ്പിയൻ കനാൽ, ഫാളോപ്പിയൻ ട്യൂബ്, ഫാളോപ്പിയൻ ഡക്ട്, ഫാളോപ്പിയൻ മസിൽ തുടങ്ങിയവ അറിയപ്പെടുന്നത്. ഫാദർ ജീൻ പീക്കാർട്ട് ഫാദർ ജീൻ പീക്കാർട്ട് എന്ന ഫ്രഞ്ച് കത്തോലിക്ക പുരോഹിതന്റെ കണ്ടുപിടുത്തങ്ങളാണ് ഭൂമിയുടെ വലിപ്പം അളക്കുവാൻ ശാസ്ത്രത്തെ സഹായിച്ചത്. ഈ പുരോഹിതന്റെ കണ്ടുപിടുത്തങ്ങൾ സർ ഐസക് ന്യൂട്ടന് തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ തെളിയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഫാദർ ആൻഡ്രൂ ഗോർഡൻ വ്യാവസായിക വിപ്ലവത്തിന് തിരികൊളുത്തിയ ഇലക്ട്രിക് മോട്ടോർ കണ്ടുപിടിച്ചത് ഒരു ബെനഡിക്റ്റൻ സന്യാസ വൈദികനായിരുന്നു, ഫാദർ ആൻഡ്രൂ ഗോർഡൻ. ഫാദർ സെബാസ്റ്റ്യൻ നെയ്പ് പ്രകൃതി ചികിത്സയുടെ ആദ്യകാല വക്താക്കളിൽ ഏറ്റവും പ്രമുഖമായ സ്ഥാനം അലങ്കരിക്കുന്നത് ഫാദർ സെബാസ്റ്റ്യൻ നെയ്പ് എന്ന കത്തോലിക്ക പുരോഹിതനാണ്. ഫാദർ ബെനിറ്റോ വീനസ് ഇന്ന് ശാസ്ത്രം ഉപയോഗിക്കുന്ന ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഫാദർ ബെനിറ്റോ വീനസ് എന്ന ഈശോസഭ വൈദികൻ നടത്തിയ പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ്. ഫാദർ ജോവാനി കാസ്ലി ഫാക്സ് മെഷീന്റെ ആദ്യ രൂപമായ പാന്റലോഗ്രാഫ് കണ്ടുപിടിച്ചത് ഫാദർ ജോവാനി കാസ്ലി എന്ന ഒരു ഇറ്റാലിയൻ കത്തോലിക്ക പുരോഹിതനാണ്. ഫാദർ ആഗസ്റ്റ് മസ്ഗർ ദൃശ്യമാധ്യമ രംഗത്ത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന സ്ലോ മോഷൻ എന്ന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ഫാദർ ആഗസ്റ്റ് മസ്ഗർ എന്ന കത്തോലിക്ക പുരോഹിതനാണ്. ഫാദർ കാശ്മീർ സ്ലീഗർ ആദ്യമായി വെടിയുണ്ടയേൽക്കാത്ത സിൽക്ക് മനുഷ്യ കവചം കണ്ടുപിടിച്ചത് ഫാദർ കാശ്മീർ സ്ലീഗൻ എന്ന പോളിഷ് വൈദികനാണ്.
ഈ പട്ടിക ഇനിയും നീളും. ഇതുകൂടാതെ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന നിരവധി കത്തോലിക്ക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നാണ് ലോകം അറിയപ്പെടുന്ന ശാസ്ത്രകാരന്മാർ പിറവിയെടുത്തത്. കത്തോലിക്ക സഭയുടെ സയന്റിഫിക് ടെമ്പർ അന്വേഷിച്ച് നടക്കുന്നവർ മനസ്സിലാക്കുക, സഭയും ശാസ്ത്രവും പരസ്പര പൂരകങ്ങളാണ്. നന്ദി.